മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വൃഥാ ഭയപ്പെടും. കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷിയെന്ന പോൽ. എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ ഒരു ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വൃഥാ ഭയപ്പെടും. കനിവാർന്ന് പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷിയെന്ന പോൽ. ഇത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. എപ്പോഴും എന്തിനെങ്കിലും പറ്റി ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ഗുണം വരുമ്പോഴും അത് ദോഷത്തിനാകുമോ എന്ന് വിചാരിച്ച് ഭയപ്പെടുക മനസ്സിൻ്റെ സ്വഭാവമാണ്. ഈ മനസ്സിൻ്റെ ഒരു സ്വഭാവത്തെ പറ്റിയാണ് കുമാരനാശാന്റെ ഈ വരികളിൽ കൂടി പ്രകടമാക്കുന്നത്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തില് സീതയുടെ ആന്തരിക വിചാരങ്ങളെയാണ് ആശാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട വരിയാണ് ഇത്. മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഭയാശങ്കകൾ എപ്പോഴും ഉണ്ടാവും. അത് മനസ്സിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. നാളെയെപ്പറ്റി ആശങ്കയുണ്ടാവുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി വ്യക്തതയില്ലാതെ വളരെ ആശങ്കയോടെ ആകുലതയോടെ ഭാവിയെ കാണുക മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഇത്. അതിനെപ്പറ്റിയാണ് ആശാൻ ഇവിടെ പറയുന്നത്. എല്ലാവരും ഈ ഒരു കാര്യത്തിൽ സമന്മാരാണ്. എല്ലാവർക്കും ഉണ്ടാവും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ അതിൽ എന്താണ് വേണ്ടത് എന്ന് അറിയാൻ വയ്യാതെ. നമുക്ക് മുമ്പിൽ ഒന്നിലധികം വഴികൾ ഓപ്ഷനായി തെളിഞ്ഞു നിൽക്കുമ്പോൾ അതിലേത് വഴിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനമെടുക്കാനാവാതെ നാം ഒക്കെ വളരെ കഷ്ടപ്പെടാറുണ്ട്. ഏതാണ് ഉചിതമായ തീരുമാനം എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നാം ഒരു കാര്യത്തിൽ ഗുണമാണോ ദോഷമാണോ, ഗുണമാകുമോ ദോഷമാകുമോ എന്ന് മുൻകൂറായി വിചാരിച്ച് തീരുമാനമെടുക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അതങ്ങ് തീരുമാനിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നാളെ വരാൻ പോകുന്ന ചില കാര്യങ്ങൾ ഗുണമാകാം, ചിലത് ദോഷമാകാം. ഗുണമാകും എന്നുള്ള വിചാരത്തോടെ നമ്മുടെ മനസ്സിൻ്റെ യുക്തി അനുസരിച്ച് നമ്മുടെ അനുഭവ പരിജ്ഞാനവും നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ജ്ഞാനവും എല്ലാം കൂടി ചേർത്ത് ഈ ലോകത്തെ നാം ഇത്രകാലം അറിഞ്ഞതിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നാം സമാഹരിച്ചു വച്ചിരിക്കുന്ന ഒരു ബോധമുണ്ടല്ലോ, ആ ആത്മബോധത്തെ മുൻനിർത്തി ഒരു തീരുമാനമെടുക്കുക. അത് വിനയാണോ അതോ ദോഷമാണോ ഗുണമാണോ എന്നുള്ളതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. മനസ്സിൻ്റെ ആശങ്കകൾ കുറയ്ക്കുക. ആശങ്കകൾ മനസ്സിനെ കൂടുതൽ ദുർബലമാക്കും, നമ്മുടെ യുക്തിപൂർവമായ വിചാരങ്ങളെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് യുക്തിരഹിതമായ വിചാരങ്ങളോ യുക്തിരഹിതമായ ഭയാശങ്കകളോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിനെ കൂടുതൽ യുക്തിഭദ്രമാക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഈ ഒരു വിഷയം ഏവരുടെയും സമക്ഷത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.